നമസ്കാരം. വെൽക്കം ടു ദ ഫോർത്ത് ആൻഡ് ഫൈനൽ സെഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫെരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, മോഷണൽ EMF, എഡ്ഡി കറണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ്, an induced EMF is developed either in the same coil or in the neighboring coil. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഓർ എ കോയിൽ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് ഇറ്റ്. നമ്മൾ ഈ കറണ്ട് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സും വർദ്ധിക്കും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. φB പ്രൊപ്പോർഷണൽ ടു I എന്നെഴുതാം. ഫോർ എ ക്ലോസ്ലി വൂണ്ട് കോയിൽ ഓഫ് n ടേൺസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് n(φB) പ്രൊപ്പോർഷണൽ ടു I. ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കൊടുത്താൽ നമുക്കിതിനെ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം: n(φB) = എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു I. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിക്ക് പറയുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ നമുക്കിങ്ങനെ ലഭിക്കും: ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് കറണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് കിട്ടിയ ഡയമെൻഷൻ സ്ക്രീനിൽ കാണുന്ന ഡയമെൻഷൻ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യുക. ഇൻഡക്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഹെൻറിയാണ്. അതിനെ ക്യാപിറ്റൽ H എന്ന് ഡിനോട്ട് ചെയ്യും. ഇറ്റ് ഈസ് നെയ്മഡ് ഇൻ ഓണർ ഓഫ് ജോസഫ് ഹെൻറി. മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഞാനിവിടെ രണ്ട് കോയിലുകൾ നിങ്ങളെ കാണിക്കുകയാണ്. നോക്കൂ, ഈ കോയിലിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ റേഡിയസ് ഈസ് വെരി വെരി സ്മോളർ ദാൻ ഇറ്റ്സ് ലെങ്ത്. നമുക്കിതുപോലുള്ള കോയിലിനെ സോളിനോയിഡ് എന്ന് വിളിക്കാം. ഈ സോളിനോയിഡിനെ സോളിനോയിഡ് 1 എന്നും ഇതിനെ സോളിനോയിഡ് 2 എന്നും നമുക്ക് പറയാം. രണ്ട് സോളിനോയിഡുകൾക്കും ഒരേ ലെങ്ത്താണുള്ളത്, പക്ഷേ അതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ റേഡിയസിനെ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ടേൺസിനെ ക്യാപിറ്റൽ N1 എന്നും നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ സ്മോൾ n1 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ഈ സോളിനോയിഡിനെ S2 എന്ന് വിളിക്കാം. ഇതിൻ്റെ റേഡിയസ് R2, നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N2, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത് സ്മോൾ n2. ഇവിടെ നമ്മൾ രണ്ട് വ്യത്യസ്ത കേസുകൾ പരിഗണിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കേസിലേക്ക് പോകാം. ഈ രണ്ടാമത്തെ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് കരുതുക. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നു. സോളിനോയിഡ് 2-ൻ്റെ ഉള്ളിൽ സോളിനോയിഡ് 1 ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്നു. ഇനി സോളിനോയിഡ് 2-ലൂടെ, അതായത് S2-ലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണ്. ആ കറണ്ടിനെ നമുക്ക് I2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ സോളിനോയിഡിലൂടെ ആയതുകൊണ്ട് I2 കറണ്ട് പാസ് ചെയ്യുന്നത് കാരണം സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് സോളിനോയിഡ് 1 ആയിട്ട് കൂടി ലിങ്ക് ചെയ്ത് നിൽക്കുന്നു. സോളിനോയിഡ് 1-ൽ ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് N1(φ1) എന്നെഴുതാം. N1 നമ്പർ ഓഫ് ടേൺസ് ഓഫ് സോളിനോയിഡ് 1, φ1 ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ സിംഗിൾ ടേൺ. N1(φ1) എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അതെ, ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സോളിനോയിഡ് 2-ലൂടെയാണ്. സോളിനോയിഡ് 1-മായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ N1(φ1) ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I2 എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ N1(φ1) = എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു I2 എന്ന് എഴുതാം. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിക്ക് നമുക്ക് M12 എന്ന് പറയാം. അതായത് N1(φ1) = M12 I2. ഹിയർ M12, the constant of proportionality is called mutual inductance of solenoid 1 with respect to solenoid 2. അതിനെ കോയിഫിഷ്യൻ്റ് ഓഫ്
മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നും പറയാറുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ SI യൂണിറ്റ് നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ്, ഹെൻറി. അതിൻ്റെ ഡയമെൻഷനും നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M12 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കാം. നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ്റെ LHS ഒന്ന് പരിഗണിക്കൂ. അതായത് N1 Φ1. നമുക്കതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഫൈ എന്താണെന്ന് നമുക്കറിയാം, B.A ആണ്. ഇവിടെ ബിയും എയും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് BA എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ N1 Φ1 = NBA എന്ന് എഴുതാം. ഇവിടെ B എന്തായിരിക്കും? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു സർക്കുലാർ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B = μ0 Ni. ഇവിടെ പാസ് ചെയ്യുന്ന കറണ്ട് I2 ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ B2 = μ0 N2 I2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ N1 Φ1 = N1 the total number of turns of solenoid 1, the area of cross section of solenoid 1, and B2 the magnetic flux density due to the current flowing through solenoid 2. അതായത് N1 Φ1 = N1 B2 A1. Okay, what is N1? Capital N1 is the total number of turns. Number of turns per unit lengthനെ നമ്മൾ നേരത്തെ സ്മോൾ ലെറ്റർ n എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അതായത് സ്മോൾ n = ക്യാപിറ്റൽ N / L. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ N1 = സ്മോൾ n1 × L എന്ന് എഴുതാം. അപ്പോൾ N1 വരെ നമ്മൾ എന്ത് കൊടുത്തു? സ്മോൾ n1 × L എന്ന് കൊടുത്തു. ഇനി B2 വരെ നമുക്ക് എന്ത് കൊടുക്കാം? μ0 N2 I2 എന്ന് കൊടുക്കാം. അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് A1, സർക്കുലാർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് A1 = πr1² എന്ന് എഴുതാം. അങ്ങനെയാവുമ്പോൾ ക്യാപിറ്റൽ N1 പകരം N1 × L, B2 പകരം μ0 N2 I2, A1 പകരം πr1². We get N1 Φ1 = μ0 N1 N2 πr1² L × I2. ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ 1ഉം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ 2ഉം പരസ്പരം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടിൻ്റെയും LHS ഒരേ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, N1 Φ1. RHSകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? യെസ്, M12 = μ0 N1 N2 πr1² L എന്ന് കിട്ടും. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോഡ് 1 with respect to solenoid 2, M12. Here we neglect the edge effect and consider B is uniform throughout the length. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ കേസ്? നേരത്തെ നമ്മൾ പരിഗണിച്ചത് സോളിനോഡ് 2 കറണ്ട് പാസ് ചെയ്യുന്നത് കാരണം സോളിനോഡ് 1 ആയി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. തിരിച്ച് ഇനി സോളിനോഡ് 1 കറണ്ട് പാസ് ചെയ്യുന്നു. ഇത് കാരണം സോളിനോഡ് 2 ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇനി കാണേണ്ടത്. ദെൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോഡ് 2 N2 Φ2 പ്രൊപ്പോർഷണൽ ടു I1 എന്ന് എഴുതാം. കറണ്ട് ഫ്ലോയിങ് ത്രൂ സോളിനോഡ് 1. അതിന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. N2 Φ2 = എ കോൺസ്റ്റൻറ്റ് M21 × I1. Here M21 is the mutual inductance of solenoid 2 with respect to solenoid 1. നമുക്കിനി M21 കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ്റെ LHS N2 Φ2 അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Φ = B × A ആണല്ലോ. ഇവിടെ B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇവിടുത്തെ B എന്തായിരിക്കും? ഇവിടെ B ഉണ്ടാകാൻ കാരണം സോളിനോഡ് 1 കറണ്ട് പാസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് Bക്ക് B1 എന്ന് എഴുതാം. ഏരിയ എന്തായിരിക്കും? സോളിനോഡ് 1 പാസ് ചെയ്യുന്ന കറണ്ട് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് സോൾലി കൺഫൈൻഡ് വിത്തിൻ ദ സോളിനോഡ് 1. അതുകൊണ്ട് തന്നെ സോളിനോഡ് 2 ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് സോളിനോഡ്
വണ്ണിൻ്റെ ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. N2 ഇസ് ഈക്വൽ ടു N2 B1 A1 എന്ന്. N2നും B1നും A1നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഗെറ്റ് സ്മോൾ n2L ഇൻറ്റു μ0 N1 I1 ഇൻറ്റു pi R1 സ്ക്വയർ. റീഅറേഞ്ചിങ് N2 is equal to μ0 N1 N2 pi R1 സ്ക്വയർ L ഇൻറ്റു I2. ഇതിനെ ഇക്വേഷൻ 4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ 4ഉം നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ 3യും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാവുക M21 is equal to μ0 N1 N2 pi R1 സ്ക്വയർ L എന്നാണ്. നോക്കൂ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള M21 നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുള്ള M12മായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്താണ് മനസ്സിലാകുന്നത്? അതെ, രണ്ടിൻ്റെയും എക്സ്പ്രഷൻ ഒന്ന് തന്നെയാണ്. അതായത് M12 is equal to M21. നമുക്കതിനെ വേണമെങ്കിൽ M എന്ന് മാത്രം റെപ്രസെൻറ്റ് ചെയ്യാം. EMF ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ഷൻ. നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോയിലിൽ ഒരു EMF ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന EMFൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്നത്. സോളിനോയിഡ് 2യിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കാരണം സോളിനോയിഡ് 1ൽ ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. N1 is equal to M12 I2. ഇവിടെ നമുക്ക് ഫാരഡേസ് ലോ അപ്ലൈ ചെയ്യാം. EMF 1 epsilon 1 is equal to നെഗറ്റീവ് ഓഫ് d/dt ഓഫ് N1 ∅1. N1 ∅1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും? അതെ, നെഗറ്റീവ് d/dt ഓഫ് M I2. നമുക്കിവിടെ M12 M21 എന്ന് എഴുതേണ്ട കാര്യമില്ല, രണ്ടും സെയിം ആയതുകൊണ്ട് M എന്ന് എഴുതാം. അതായത് epsilon 1 is equal to നെഗറ്റീവ് M ഇൻറ്റു di2/dt. ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേരിയിങ് കറണ്ട് ഇൻ എ കോയിൽ ക്യാൻ ഇൻഡ്യൂസ് ആൻ EMF ഇൻ ദ നെയ്ബറിംഗ് കോയിൽ. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അടുത്തത് സെൽഫ് ഇൻഡക്ഷൻ. ഒരു കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് കാരണം അതേ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എൻ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് കറണ്ട് ഇൻ ദ സെയിം കോയിൽ. ഒരു കോയിലിൽ ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി N∅B പ്രൊപ്പോർഷണൽ ടു I, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ദാറ്റ് ഈസ് N∅B is equal to എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു I. ഇവിടുത്തെ കോൺസ്റ്റൻറ്റിനെ ക്യാപിറ്റൽ L എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് N∅B is equal to L ഇൻറ്റു I. ഹിയർ L ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഓർ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓഫ് ദ കോയിൽ. ഇനി ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്തായിരിക്കും? അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, EMF epsilon is equal to മൈനസ് d/dt ഓഫ് N∅B, that is equal to minus L into di/dt. ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ A ആൻഡ് ലെങ്ത് സ്മോൾ l ഹാവിംഗ് സ്മോൾ ലെറ്റർ n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് നോക്കൂ. നേരത്തെ എഴുതിയിട്ടുള്ള എക്സ്പ്രഷൻ N∅B is equal to ക്യാപിറ്റൽ L ഇൻറ്റു I. ഈ എക്സ്പ്രഷനിലെ LHS N∅B is equal to 5Bക്ക് നമുക്ക് എന്ത് എഴുതാം? അതെ, B ഇൻറ്റു A എന്ന് എഴുതാം. അതായത് N∅B is equal to NBA. B എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. B is equal to μ0 Ni. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക N∅B is equal to N ഇൻറ്റു L μ0 Ni ഇൻറ്റു A. റീഅറേഞ്ച് ചെയ്യുമ്പോൾ N∅B is equal to μ0 N സ്ക്വയർ ALI എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ക്യാപിറ്റൽ L is equal to μ0 N സ്ക്വയർ AL. അതാണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ. ഇഫ് വി ഫിൽ ദ ഇൻസൈഡ് ഓഫ് ദ സോളിനോയിഡ് വിത്ത് എ മെറ്റീരിയൽ ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി μR, L can be written as L is equal to
μ0 μr n സ്ക്വയർ AL. ഈ എക്സ്പ്രഷനിൽ നിന്ന് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ എന്തെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കോയിലിൻ്റെ ജോമെട്രിയെയും അതിൻ്റെ ഇൻസൈഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ള മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റിയെയും മാത്രമാണ്. ബാക്ക് EMF, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനെ ബാക്ക് EMF എന്നും പറയാറുണ്ട്. ആസ് ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ ദ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഫിസിക്കലി സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലേസ് ദ റോൾ ഓഫ് ഇനേർഷ്യ. സെൽഫ് ഇൻഡക്റ്റൻസിനെ മെക്കാനിക്സിലെ മാസിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് അനലോഗായിട്ട് നമുക്ക് പരിഗണിക്കാം. എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ. ഫെറഡേസ് ലോ പ്രകാരം ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. എപ്സിലോൺ ഇസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF എപ്സിലോൺ ഇസ് ഈക്വൽ ടു L ഇൻറ്റു di/dt എന്ന് എഴുതാം. ഹിയർ വർക്ക് നീഡ്സ് ടു ബി ഡൺ എഗെയിൻസ്റ്റ് ദ ബാക്ക് EMF ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ കറണ്ട്. ഇങ്ങനെ ചെയ്യുന്ന വർക്ക് ഡൺ ഈ കോയിലിൽ മാഗ്നറ്റിക് എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ മാഗ്നറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ എപ്സിലോൺ എന്നും അതിലെ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ I എന്നും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പവറിനെ നമുക്ക് എപ്സിലോൺ ഇൻറ്റു I എന്ന് എഴുതാം. വാട്ട് ഈസ് പവർ? അതെ, പവർ ഈസ് എ റേറ്റ് ഓഫ് വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് ഡൺ dW/dt ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു I എന്ന് എഴുതാം. എപ്സിലോണിന്, അതായത് ഇൻഡ്യൂസ്ഡ് EMFന് നേരത്തെ കിട്ടിയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ dW/dt ഇസ് ഈക്വൽ ടു L ഇൻറ്റു di/dt ഇൻറ്റു I. അതായത് dW/dt ഇസ് ഈക്വൽ ടു Li di/dt. ദാറ്റ് ഈസ് dW ഇസ് ഈക്വൽ ടു Li di. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ കറണ്ട്. നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. W is equal to integral dW. That is equal to integral 0 to I Li di. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക Li²/2. അതായത് W is equal to half Li². മാഗ്നറ്റിക് എനർജിയുടെ ഈ ഒരു എക്സ്പ്രഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മെക്കാനിക്സിലെ കൈനറ്റിക് എനർജിയുടെ ½ എന്ന എക്സ്പ്രഷനെയാണ്. മെക്കാനിക്സിലെ മാസിന് അനലോഗസാണ് ഇലക്ട്രോഡൈനാമിക്സിലെ ഇൻഡക്റ്റൻസ് എന്ന് നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ രണ്ട് കോയിലുകളിലൂടെയും സൈമിൾട്ടേനിയസായി കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് വൺ കോയിൽ വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ഫ്ലക്സസ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. നമുക്കതുകൂടി ഒന്ന് കണ്ടു നോക്കാം. ഒന്നാമത്തെ കോയിലുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് N1∅1 is equal to M11I1. I1 is the current flowing through solenoid 1 plus M12I2. I2 is the current flowing through solenoid 2. EMF Faraday's law apply ചെയ്യാം. EMF epsilon 1 is equal to minus M11 di1/dt minus M12 di2/dt. Here M11 represents the inductance due to the same coil. നമുക്കതിനെ സെൽഫ് ഇൻഡക്റ്റൻസ് L1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ എഴുതിയിട്ടുള്ള എക്സ്പ്രഷൻസ് ഇങ്ങനെ മാറ്റാം. N1∅1 is equal to L1I1 plus M12I2. അതുപോലെ EMF epsilon 1 is equal to minus L1 di1/dt minus M12 di2/dt. AC ജനറേറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള ഒരു കണ്ടെത്തലായിരുന്നു AC ജനറേറ്റർ. യൂഗോസ്ലാവിയൻ ഇൻവെൻ്ററായിരുന്ന നിക്കോള ടെസ്ലയാണ് മോഡേൺ AC ജനറേറ്റർ ഡെവലപ്പ് ചെയ്തത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിളാണ് AC ജനറേറ്ററിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഒരു AC ജനറേറ്ററിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ദർ ഇസ് എൻ ആർമേച്ചർ which is rotated within the pole pieces of a strong magnet. The rotation of the coil causes
the magnetic flux through it to change. So, an EMF is induced in the coil. ഈ കോയിൽ ഒമേഗ ആംഗുലാർ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ at any instant the angle between B and A, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഏരിയയും തമ്മിലുള്ള ആംഗിൾ തീറ്റ is equal to ഒമേഗ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. Then phi B is equal to n B dot A, NBA cos theta is equal to NBA cos omega t. Faraday's law പ്രകാരം induced EMF epsilon is equal to negative n into d phi b divided by dt. നമുക്കിവിടെ എന്ത് കിട്ടും? അതെ, നെഗറ്റീവ് എൻ ബി എ ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി. വാട്ട് ഈസ് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി? നെഗറ്റീവ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. ഇവിടെ ഒമേഗ ടിക്ക് അനുസരിച്ച് സൈൻ ഫംഗ്ഷൻ വേരി ചെയ്യുന്നുണ്ട്. സൈൻ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 ആണല്ലോ. അതുകൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ഇ എം എഫ് എന്തായിരിക്കും? ഇ എം എഫ് മാക്സിമം എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ ആയിരിക്കും. ആയതുകൊണ്ട് നമുക്ക് നേരത്തെ എഴുതിയിട്ടുള്ള എക്സ്പ്രഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 സൈൻ ഒമേഗ ടി. സിൻസ് ദ വാല്യൂ ഓഫ് ദ സൈൻ ഫംഗ്ഷൻ വേരീസ് ബിറ്റ്വീൻ +1 ആൻഡ് -1, the sign or the polarity of EMF changes with time. The direction of the current changes periodically and therefore the current is called alternating current. ഇവിടെ ഒമേഗയ്ക്ക് 2π ന്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കോയിൽ. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 സൈൻ 2π ന്യൂ ടി. ഇനി നമുക്ക് ഈ ആൾട്ടർനേറ്റിംഗ് ഇ എം എഫിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടി പരിശോധിക്കാം. സ്ക്രീനിൽ നോക്കൂ. ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും കാണിച്ചിരിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കോയിലിൻ്റെ ഏരിയയുടെ ഡയറക്ഷനും അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏരിയയുടെ ഡയറക്ഷൻ ആ ഏരിയയ്ക്ക് നോർമലായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. ഈ കോയിൽ മാഗ്നറ്റിക് പോൾ പീസസിനിടയ്ക്ക് ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ചില വാല്യൂസ്, ഇ എം എഫിൻ്റെ ചില വാല്യൂസ് നമുക്കിവിടെ പരിഗണിക്കാം. ആദ്യത്തെ കേസ് നോക്കൂ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡയറക്ഷനും ഏരിയയുടെ ഡയറക്ഷനും സെയിം ആയിട്ട് വരുന്നു. ദാറ്റ് ഈസ് തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി ഇസ് ഈക്വൽ ടു 0. സൈൻ ഒമേഗ ടി ആൾസോ ഈക്വൽ ടു 0. ദെർഫോർ ഇ എം എഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 0 എന്ന് ലഭിക്കും. രണ്ടാമത്തെ കേസ്, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സൈൻ ഒമേഗ ടി നമുക്ക് എന്ത് കിട്ടും? സൈൻ 90 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെർഫോർ ഇ എം എഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എന്ന് ലഭിക്കും. അടുത്ത കേസ്, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ ഈസ് 180 ഡിഗ്രി. ദെൻ sin 180 is equal to 0. EMF is also equal to 0. Again, angle between B and A 270 degree ആവുന്നു. Sin 270 degree equal to -1. Therefore, EMF epsilon is equal to negative epsilon 0. Again, ഈ കോയിൽ കറങ്ങി ആദ്യത്തെ പൊസിഷനിലെത്തുന്നു. തീറ്റ is equal to ഒമേഗ ടി is equal to 360 ഡിഗ്രി. സൈൻ 360 ഡിഗ്രി വീണ്ടും എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇ എം എഫും 0 തന്നെ കിട്ടും. ഈ കിട്ടിയ വാല്യൂസിനെ നമുക്കൊരു ടാബുലേറ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ റോയിൽ ആംഗിളാണ്, രണ്ടാമത്തെ റോ സൈൻ വാല്യൂ ആണ്, മൂന്നാമത്തെ റോ ഈ വാല്യൂസിനനുസരിച്ചിട്ടുള്ള ഇ എം എഫ് ആണ്. നേരത്തെ കിട്ടിയിട്ടുള്ള ഇ എം എഫ് വാല്യൂസിനെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് അനുസരിച്ച് ഒരു ഗ്രാഫ് വരച്ച് നോക്കാം. ഹൊറിസോണ്ടൽ ആക്സിസിൽ ആംഗിൾ ഒമേഗ ടിയും വെർട്ടിക്കൽ ആക്സിസിൽ ഇ എം എഫിൻ്റെ വാല്യൂവും റെപ്രസെൻറ്റ് ചെയ്യുക. നേരത്തെ കിട്ടിയിട്ടുള്ള വാല്യൂസ് ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നു. അവ കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫ് ഈ രീതിയിലായിരിക്കും.
ഇതൊരു സൈൻ കർവാണ്. മാഗ്നറ്റിക് പോൾ പീസസിനിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഈ രീതിയിലായിരിക്കും ലഭിക്കുക. ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വിവിധ മാർഗങ്ങൾ വിവിധ പവർ സ്റ്റേഷനുകളിൽ നടത്താറുണ്ട്. അതിലൊന്ന് ഈ ആനിമേഷനിൽ കാണുന്നത് പോലെ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ഉയരത്തിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രവാഹമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അത്തരം പവർ സ്റ്റേഷനുകളെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് വിളിക്കാം. കൽക്കരിയോ ഡീസലോ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തെ നീരാവിയാക്കി ആ നീരാവി ഉപയോഗിച്ചാണ് ഈ കോയിലിനെ കറക്കുന്നതെങ്കിൽ നമുക്ക് അത്തരം പവർ സ്റ്റേഷനുകളെ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് വിളിക്കാം. ന്യൂക്ലിയർ ഇന്ധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അത്തരം പവർ സ്റ്റേഷനുകളെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്നും വിളിക്കാം. നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് കോയിലിൻ്റെ റൊട്ടേഷൻ ഒരു EMF ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. എന്നാൽ മിക്ക പവർ സ്റ്റേഷനുകളിലും കോയിലിനെ സ്ഥിരമാക്കി വെക്കുകയും മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നു. ആ മാഗ്നറ്റ് വളരെ പവർഫുള്ളായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ്സ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന AC-യുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. എന്നാൽ ചില രാജ്യങ്ങളിൽ അത് 60 ഹെർട്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.